ഈ കുരുന്നുകളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അവരുടെ സ്കൂളിൽ നടക്കുന്ന ഒരു ചടങ്ങാണിത്. നമ്മൾ ഗുരുപൂജ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാൽ ശിഷ്യപൂജയാണ് ഇവിടെ നടക്കുന്നത്. അറിവാകുന്ന വെളിച്ചത്തോടൊപ്പം സംസ്കാരം എന്ന സംരക്ഷണ കവചം കൂടി ഈ കുഞ്ഞുങ്ങൾക്ക് അണിയിച്ചൊരുക്കുന്നു. ഇത് കണ്ടപ്പോൾ കുട്ടിക്കാലത്തും എന്തിനു മുതിർന്നപ്പോഴും എൻ്റെ അമ്മയുടെ ഒരു ഉപദേശം എൻ്റെ ഓർമ്മയിൽ വന്നു. നീ പഠിച്ചൊന്നും നേടിയില്ലെങ്കിലും സമൂഹത്തിന്റെ മുന്നിൽ നീ ഒരു നല്ല മനുഷ്യനായി മാറണം. നല്ല മനുഷ്യനാകുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പ തന്നെയാണ്. നമ്മുടെ അറിവോടുകൂടി തന്നെയാണ് നമ്മൾ പലപ്പോഴും തെറ്റുകൾ ചെയ്യുന്നതും ശരികൾ ചെയ്യുന്നതും. അറിഞ്ഞുകൊണ്ട് ശരി ചെയ്തില്ലെങ്കിലും അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കാം. അതുകൊണ്ട് തന്നെ അമ്മ ആകെ വെച്ചൊരു റിക്വസ്റ്റ് എന്നും കാത്തു സൂക്ഷിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ കഴിഞ്ഞ സ്കൂൾ പ്രവേശനോത്സവ ദിനത്തിൽ ശാർക്കര ദേവീക്ഷേത്ര സന്നിധിയുടെ അടുത്തായിട്ടുള്ള സരസ്വതി വിദ്യാനികേതൻ സ്കൂളിന്റെ പ്രവേശനോത്സവത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു പുണ്യമായി കാണുന്നു. ഞാൻ ആദ്യമായിട്ടല്ല ഈ ഒരു സ്കൂളിന്റെ ഭാഗമാകുന്നത്. പണ്ട് കൊറോണ വന്ന് സ്കൂളെല്ലാം ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വിച്ച് ചെയ്ത സമയത്ത് സ്കൂളിന് വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വീഡിയോ ക്ലാസ്സുകളൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ ഞാനും ഒരു ഭാഗമായിരുന്നു. എന്നെ ഈ സ്കൂളിലേക്ക് ക്ഷണിച്ചത് എൻ്റെ പ്രിയ സുഹൃത്തായ സുജിത്താണ്. സ്കൂളിൽ വരച്ചു വെച്ചിരിക്കുന്ന ഈ പെയിന്റിങ്സ് ഒക്കെ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി കണ്ടു. ഇതെല്ലാം ഒരൊറ്റ ആളുടെ കലാസൃഷ്ടിയാണ്. ഇതുപോലുള്ള സ്കൂളുകളുടെയൊക്കെ പ്രവർത്തനത്തിന് നല്ല വിഷണറി ആയിട്ടുള്ള 1-2 പേരെങ്കിലും മുന്നിലുണ്ടാവണം. ഈ സ്കൂളിന്റെ ഇന്നത്തെ പ്രവർത്തനം കണ്ടപ്പോഴും ആ പ്രിയ സുഹൃത്തിനെ കുറിച്ച് അഭിമാനം തോന്നി. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അധികം സ്ട്രെങ്ത് ഇല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ടീച്ചേഴ്സിന്റെ കൂടുതൽ അറ്റൻഷൻ കിട്ടും. തീരെ കുറച്ച് കുട്ടികളുമായിട്ടൊരു മാനേജ്മെന്റ് സ്കൂളിന് ഒരിക്കലും സർവൈവ് ചെയ്യാനും പറ്റത്തില്ല. അവിടെയാണ് സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ വേറിട്ട് നിൽക്കുന്നത്. കാരണം ഇതിന്റെ മാനേജ്മെന്റ് ഇതൊരു സർവീസായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സമൂഹത്തെ കൂടി വാർത്തെടുക്കാൻ ഇത്തരം സ്കൂളുകൾക്ക് സാധിക്കുന്നു.